ശ്രീമതി ദീപ്തി മേരി വർഗീസ്, നാട്ടുകാരുടെ അവലാദികൾ, അവരുടെ ആശങ്കകളൊക്കെ കേട്ടല്ലോ. താങ്കളും താങ്കൾ ഒരു വീട്ടമ്മ കൂടിയാണല്ലോ. അപ്പോൾ കുടുംബ ബജറ്റിനെ എങ്ങനെയാണ് ഈ വിലക്കയറ്റം ബാധിക്കുക എന്ന് പുറത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ട സാഹചര്യവും താങ്കൾക്കില്ല. പക്ഷേ അതേസമയം തന്നെ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. അതുകൊണ്ട് നേരത്തെ പ്രകാശ് മാസ്റ്റർ പറഞ്ഞത്, നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കുറേ വിമർശനങ്ങൾ ഉന്നയിച്ചു, കുറേ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു വിലക്കയറ്റം പരിഹരിക്കാൻ. ഇപ്പോൾ ഇന്ധനവില വർധന വരുമ്പോൾ നിങ്ങൾക്ക് 2 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ സെസ് കുറയ്ക്കാം, അങ്ങനെ ആളുകൾക്ക് ആശ്വാസം പകരാം, മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്താം, അങ്ങനെ വിപണിയിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് വില നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരിന് കടക്കാം. കേന്ദ്ര സർക്കാരിനെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതെങ്കിൽ കേന്ദ്രം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഓടുന്നത് എന്ന അവകാശവാദമാണ് BJP പ്രതിനിധി ശ്യാംരാജിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മറുപടി പറയേണ്ട അവസരം താങ്കൾക്കുള്ളതാണല്ലോ ശ്രീമതി ദീപ്തി മേരി വർഗീസ്. താങ്കൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലിരിക്കുന്ന നാടാണല്ലോ നമ്മുടെ. ഞാൻ ഈ 2 പേർക്കും മറുപടി പറയാം. ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നത് ഏറ്റവും പ്രാഥമികമായിട്ട് ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നത്, ആദ്യത്തെ ഉത്തരവാദി കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇപ്പോൾ UPA ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് വില നിർണ്ണയിക്കാനുള്ള അവകാശം ഓയിൽ കമ്പനികൾക്ക് കൊടുത്തു എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചല്ലോ. അതെങ്ങനെയായിരുന്നു കൊടുത്തത്? UPA ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് ക്രൂഡ് ഓയിലിൻ്റെ വില ഏതാണ്ട് $140 ആയിരിക്കുമ്പോൾ, അന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില 140 ആയിരിക്കുമ്പോൾ നമ്മൾ ഫ്യൂവലിന് ഇവിടെ കൊടുത്തിരുന്നത് ലിറ്ററിന് 72 രൂപയ്ക്കായിരുന്നു. അപ്പോൾ അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് അത്തരത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുവാൻ ഉള്ള അവകാശം ആർക്കാണ് കൊടുത്തത്? ഗവൺമെൻറ് നിയന്ത്രിത കമ്പനികൾക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് പക്ഷേ എന്താണ് പിന്നീട് സംഭവിച്ചത്? UPA ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് ക്രൂഡ് ഓയിലിൻ്റെ വിലയ്ക്ക് അനുസൃതമായി കുറച്ചു കൊടുത്തിരുന്നു എങ്കിൽ പിന്നീട് നമ്മൾ കണ്ടത് ക്രൂഡ് ഓയിലിൻ്റെ വില ക്രമാതീതമായി കുറയുകയാണ്. $20 വരെ വന്ന സമയമുണ്ട്. എനിക്ക് BJPയുടെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വന്നിരിക്കുന്നത് ഏതാണ്ട് $70. ഈ ഇറാൻ യുദ്ധം വന്ന സമയത്ത് പോലും $100 ബാരലിന് വന്നിരിക്കുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്ന സമയത്തും ഇവിടെ ഫ്യൂവലിൻ്റെ വില, ഇവിടുത്തെ റീറ്റെയിൽ പ്രൈസ് കുറയ്ക്കുവാൻ തയ്യാറായില്ല. അങ്ങനെ കമ്പനികൾ തയ്യാറാകാതിരുന്നപ്പോൾ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഇടപെടാമായിരുന്നു. ഗവൺമെൻറ് പറഞ്ഞത് ക്രൂഡ് ഓയിലിൻ്റെ വിലയ്ക്ക് അനുപാതമായി വില ഇവിടെ കുറയ്ക്കണം എന്നുള്ള നിലയിലാണ് അത്തരത്തിലൊരു ഡിസിഷൻ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായത്. പക്ഷേ BJP ഗവൺമെൻറ് ചെയ്തത് ഈ കമ്പനികളെ സഹായിക്കാൻ വേണ്ടി, ഈ ഓയിൽ കമ്പനികളെ സഹായിക്കാൻ വേണ്ടി അവരുടെ താളത്തിന് തുള്ളുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അതുകൊണ്ടാണ് ക്രൂഡ് ഓയിലിൻ്റെ വില വേൾഡ് മാർക്കറ്റിൽ കുറയുമ്പോഴും ഇവിടെ ഫ്യൂവലിന് വില കൂടിക്കൊണ്ടിരുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില ഏറ്റവും താഴ്ന്നു നിൽക്കുമ്പോൾ ഇന്ത്യയിൽ ഇവിടെ ഫ്യൂവലിൻ്റെ വില എത്ര പ്രാവശ്യമാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാരണവശാലും ഇവിടെ റേറ്റ്, സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത, ഇവിടെ പെട്രോൾ ഡീസൽ വില മാത്രമല്ല പാചകവാതകത്തിൻ്റെ റേറ്റ് ക്രമാതീതമായി കൂട്ടിക്കൊണ്ടിരുന്ന ഒരു ഗവൺമെൻറ്റാണ് BJPയുടെ ഗവൺമെൻറ്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു BJPയുടെ വാഗ്ദാനം? എന്തായിരുന്നു? 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും കൊടുക്കുമെന്നാണ് BJPയുടെ നേതാക്കന്മാർ പറഞ്ഞിരുന്നത്. ഇവിടെ നമ്മൾ നാടുനീളെ ഫ്ലെക്സ് വെച്ച് പ്രചരണം നടത്തി. ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പ്രഖ്യാപനങ്ങൾ നടത്തി. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഓയിൽ കമ്പനികൾക്ക് വേണ്ടി നിലപാടെടുത്ത ഒരു ഗവൺമെൻറ് ആയിരുന്നു BJPയുടെ ഗവൺമെൻറ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.